ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ് ആണ്. കോമ്പോസിഷൻ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്, ലെറ്റ് us assume that എന്താണ്, there are 3 sets, സെറ്റ് എ, സെറ്റ് ബി ആൻഡ് സെറ്റ് സി. അപ്പം ഈ 3 സെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്താണ്, ഒരു റിലേഷൻ R ഉണ്ടെന്ന് വിചാരിക്കാം. That relation, it maps from A to B, and then there is a relation S that maps from B to C. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the composition of relations R and S, ഇവിടെ നമ്മൾ ഫംഗ്ഷന് നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, R ഓഫ് എസ് എന്നുള്ള രീതി നമ്മൾ എഴുതുമായിരുന്നു, അല്ലെ എഫ് ഓഫ് എസ് എന്നുള്ള എഫ് ഓഫ് ജി എന്നുള്ള രീതി നമ്മൾ എഴുതുമായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എസ് ഓഫ് ആർ എന്നാണ് നമ്മൾ എഴുതിയെടുക്കുന്നത്, തിരിഞ്ഞാണ് വരുന്നത്. ഓക്കെ, അതൊരു ബൈനറി റിലേഷനാണ്. ഇവിടെ ഇറ്റ് ഫോംസ് ഫ്രം എ ടു സി ദാറ്റ് ഹാസ് എൻ ഓർഡേർഡ് പെയർ എ കോമ സി. അവിടെ എ എന്ന് പറയുന്നത് സെറ്റ് എയിലും സി എന്ന് പറയുന്നത് സെറ്റ് സിയിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓൾസോ ദർ ബി ബി സെറ്റിനകത്തുള്ള ഒരു ബി എലമെൻ്റ് ഉണ്ടാവും ഇൻ സച്ച് എ വേ ദാറ്റ് എന്താണ്, നമ്മളുടെ എ കോമ ബി വിൽ ബി എൻ എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി കോമ സി വിൽ ബി എലമെന്റ് ഓഫ് എസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നത് എ ടു ബി ആണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം എയിലെയും ബിയിലെയും എലമെന്റ്സ് ആണ് നമുക്ക് അവിടെ കാണുക. എസ് എന്ന് പറയുന്നത് ബി ടു സി ആണ് മാപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, നമ്മൾക്ക് we need to find the composition of relations R and S, where R is the relation from set A. set A നമുക്ക് എടുത്ത് എഴുതാം 1, 2 and 3. അത് കഴിഞ്ഞിട്ട് പിന്നെ what is the next one, നമ്മൾക്ക് ഉള്ളത് സെറ്റ് ബി ആണ്. അതായത് നമ്മുടെ റിലേഷൻ R എന്ന് പറയുന്നത് സെറ്റ് എ ടു ബി ആണ്, 3, 4, 5. ഓക്കെ, അപ്പം നമുക്കൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് റിലേഷൻ എസ് ഫ്രം സെറ്റ് ബി ടു സെറ്റ് സി 1, 2, 3 ആൻഡ് 4. ഓക്കെ, നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാനായിട്ട് അവർ പറഞ്ഞേക്കുന്നത്, എന്താണ്, കോമ്പോസിഷൻ ഫ്രം റിലേഷൻ ആർ ടു എസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, അല്ലേ. സോ എസ് ഓഫ് ആർ എന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പക്ഷെ വേർ ഇറ്റ് ഷുഡ് ബി ഫ്രം ആർ ടു എസ്. ആർ എന്നുള്ള റിലേഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ആർ ഇവിടെയാണ് 1,3, 1,4, 1,5, 2,3, 3,3. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷനിൽ 1,3 എടുക്കുക. ഓക്കെ, എൻ്റെ സെറ്റ് എ ഉണ്ട്, എൻ്റെ സെറ്റ് ബി ഉണ്ട്, എൻ്റെ സെറ്റ് സി ഉണ്ട്. എക്കകത്തുള്ളത് 1, 2, 3, 3, 4, 5, 1, 2, 3, 4. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ ആറിൽ നിന്ന് നമുക്ക് 1,3 നമുക്ക് കിട്ടിയല്ലേ. ഇനി 3യിൽ നിന്നും പോകുന്ന, അപ്പോൾ അതായത് നമുക്ക് എസ്സിൽ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. 3 to 1 ഉണ്ട്, 3 to 2 ഉണ്ട്, 3 to 3 ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇനി കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്, 1 to 1, 1,1, 1 to 2, 1,2, 1 to 3, 1,3. അതാണ് നമ്മുടെ ഫസ്റ്റ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എലമെൻറ്റ് 1 to 4 ആണ്. ഓക്കെ, 1 to 4, 4ലോട്ട്. ഇനി 4ൽ നിന്നും പോകുന്ന എന്തൊക്കെയുണ്ട്, 4 to 3 ഉണ്ട്, 4 to 4 ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, 1 to 3 അത് ഓൾറെഡി ഉണ്ടല്ലേ നമ്മുടെ സെറ്റിൽ, 1 to 4. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമുക്കുള്ളത്, ഈ സെറ്റിൽ 1 to 5 ഉണ്ട്. 1 to 5 ഇവിടെ 5 വെച്ച് തുടങ്ങുന്നൊന്നുമില്ല. സോ ലെറ്റ് us ലീവ് ഇറ്റ്. അടുത്തത് 2,3, 2ൽ നിന്ന് 3ലോട്ട് ഉണ്ട്. ഓക്കെ, 2ൽ നിന്ന് 3ലോട്ടുള്ളപ്പോൾ 3ന് ഏതൊക്കെ ഉള്ളത്, 3ൽ നിന്ന് 1ലോട്ടുണ്ട്, 3ൽ നിന്ന് 2ലോട്ടുണ്ട്, 3ൽ നിന്ന് 3ലോട്ടുണ്ട്, 3ൽ നിന്ന് 1ലോട്ട്, 3ൽ നിന്ന് 2ലോട്ട്, 3ൽ നിന്നും 3ലോട്ട്. അപ്പം 2,1 നമുക്ക് അടുത്ത് എഴുതാം. 2,1, 2,2 ആൻഡ് ദെൻ 2,3. ഓക്കെ, ഇനി അടുത്തത് എന്താണുള്ളത്, 3,3 ആണ് അല്ലേ. 3,3 ആണുള്ളത്. അപ്പോൾ 3,1, 3,2 ആൻഡ് 3,3. ഇങ്ങനെയാണ് നമ്മൾ സെറ്റുകൾ തമ്മിൽ, റിലേഷൻസ് തമ്മിൽ നമ്മൾ കോമ്പോസിഷൻ എഴുതുന്നത്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം വെച്ചിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പോയി എഴുതിയാൽ മതി. 1 to 3, 3 to 1, അപ്പോൾ 1 to 1, 1 to 3, 3 to 2, അപ്പോൾ 1 to 2. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. സോ അത്ര ഈസിയാണ് നമുക്ക് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ എറി റിലേഷനാണ്. അതായത് സംതിങ് ദാറ്റ് ഇസ് മോർ ദാൻ 1.
അതിനെയാണ് നമ്മൾ എൻ എറിയെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻസ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ റിലേഷൻസ് പഠിച്ചത് എന്താണ്? ഒരാൾക്ക് മാത്രം എന്നുള്ള രീതി, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ മാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ പക്ഷെ നമുക്ക് മോർ ദെൻ വൺ സെറ്റ്സിനെ ഇവിടെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എൻ എറി റിലേഷൻ കൊണ്ട്. നല്ല ബൈനറി ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. സോ എൻ നമ്പർ ഓഫ് സെറ്റ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ എന്താണ് ഈ ഒരു റിലേഷൻ കൊണ്ട് വന്ന് എൻ എറി റിലേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോർ ദാൻ 2 സെറ്റ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ A1 A2 അപ് ടു AN സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ് എൻ എറി റിലേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ സബ്സെറ്റ്സ് ഓഫ് A1 A2 അപ് ടു AN. അപ്പം ഇങ്ങനത്തെ എല്ലാത്തിനെയും അതിൻ്റെ ആ ഒരു സെറ്റുകളെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഡൊമെയിൻ എന്നും അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ നമ്പർ ഓഫ് സെറ്റിനെ നമ്മൾ ഡിഗ്രി എന്നും വിളിക്കാനായിട്ട് പറ്റും. ഡോണ്ട് വറി, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു റിലേഷൻ R ഉണ്ടെന്ന് എടുക്കുക. ഓക്കെ, അതിൽ നമുക്ക് 3 സെറ്റ്. ഇതെന്താണ്? എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 3 സെറ്റുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ട്രിപ്പിൾസ് ആണുള്ളത്. ABC 3 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓരോന്നിനെയും എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പം ഞാനിപ്പോൾ ഒരു സെറ്റ് എഴുതുകയാണ്. ഈ 3 ഇപ്പം ഇവിടുന്ന് ഒരു എലമെൻറ്റ്, ഇവിടുന്ന് ഒരു എലമെൻറ്റ്, ഇവിടുന്ന് ഒരു എലമെൻറ്റ്, അങ്ങനെ ഞാൻ 3 എലമെൻറ്റിൽ സെറ്റ് എഴുതുമ്പോഴത്തേനും ഒരു കണ്ടീഷൻ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് A ലെസ് ദാൻ B ലെസ് ദാൻ C. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്കൊരു കണ്ടീഷൻ കിട്ടി. അപ്പോൾ ഇതൊരു എൻഎറി റിലേഷൻ ആണല്ലോ. ഓക്കെ, സോ ഞാൻ ഈ ഒരു റിലേഷന് ഞാൻ എഴുതുമ്പോഴത്തേനും ഐ ക്യാൻ റൈറ്റ് 1, 2, 3 അല്ലേ. എന്തുകൊണ്ടാണ് 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3? അപ്പോൾ 3 നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ 3 ഈ ഒരു സെറ്റിൽ നിന്നല്ല എനിക്കിടെ. അപ്പോൾ ഈ ആദ്യത്തെ സെറ്റിൽ നിന്ന് 1, 2 അപ് ടു സം നമ്പർ, ഇതിവിടെയും 1, 2 ടു നമ്പർ, ഇവിടെയും 1, 2 അപ് ടു നമ്പർ, ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ബട്ട് ഇഫ് ഐ എം റൈറ്റിംഗ് എ സെറ്റ് 4, 2, 3, will it be a part of my relation? No, because 4 is not less than 2. അവിടെ ആ ഒരു കണ്ടീഷൻ നടക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ, ഡിഗ്രി ഈസ് ദ നമ്പർ ഓഫ് സെറ്റ്. എത്ര സെറ്റുകളാണ് നമ്മൾ ഈ ഒരു റിലേഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. സോ ദ ഡിഗ്രി ഈസ് 3. നെക്സ്റ്റ് ഡൊമൈൻ എന്താണ്? 3ഉം സെയിം ആണ്. സോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ അത്രയുള്ള എൻഎറി റിലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് കൺസെപ്റ്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻസിനെ മെട്രിസസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയും ഇൻഫാക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇവിടെ അടുത്തത് ഒരു റിലേഷനെ ഇഫ് ദേ ആർ റെപ്രസെൻറ്റഡ് എസ് ഫൈനൈറ്റ് സെറ്റ്സിലുള്ള റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് 0-1 മാട്രിക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 0-1 മാട്രിക്സ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മാട്രിക്സിനകത്തെ 2 എലമെൻറ്റ്സ് ഉണ്ടാവും. 1 is 0 and the other one is 1. 0 ഉണ്ടായിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷനിൽ ആ ഒരു സെറ്റ് കോർഡിനേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ 0 നമ്മൾ മെൻഷൻ ചെയ്യൂ. 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് റിലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കോർഡിനേറ്റിന് 1 എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഒരുപാട് കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേനും കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ബെറ്റർ ടു ഡു സെയിം ഓർഡറിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെയിം ഓർഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിക്കകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ സെയിം ഓർഡറിങ്. പിന്നെ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ for the columns it is A, set A ആയിരിക്കും. for the rows it is set B that you are following. okay, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. A is 1, 2, 3 and B is equal to 1, 2. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. ഓക്കെ, സോ റിലേഷൻ R എന്താണ്? ഇറ്റ് ഇസ് ഫ്രം A to B. ഓക്കെ, അപ്പം റിലേഷൻ ആറിൽ എങ്ങനെയാണ്? ഇറ്റ് A, B such that A is an element of A, B is an element of B and A is greater than B. 1 ഞാൻ എഴുതി. 1-നേക്കാളും ലെസ് ആയിട്ട് ആരും ഈ ഒരു സെറ്റിലില്ല. സോ 1 എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. 2 എഴുതി. സോ എനി എലമെൻറ്റ് ഇൻ B വിച്ച് ഇസ് ലെസ്സർ ദാൻ 2, ദാറ്റ് ഇസ് 1. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻ്റ് ആയേ. ഇനി അടുത്ത് വേറെ ഒന്നുമില്ല. സോ ലെറ്റ്സ് ലീവ് ഇറ്റ്. 3 ഉണ്ട്. 3ക്ക് 1 ലെസ്സാണ്. സോ 3,1ഉം 3ക്ക് 2 ലെസ്സറാണ് 3,2. ഓക്കെ, അപ്പം നമ്മളുടെ റിലേഷൻ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞു.
ഇനി അടുത്തെന്താണ്, ഇവരെ മെട്രിക്സിൽ റെപ്രസെൻ്റ് ചെയ്യണം. മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എ എലമെൻസും ഇവിടെ ബി എലമെൻസും ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 1 2 3യും ഇവിടെ 1ഉം 2ഉം. ഓക്കെ, ഇതാണ് നമ്മളുടെ മെട്രിക്സ്. ഇനി നമ്മൾ എന്തായിരുന്നു നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, 0 നമ്മളുടെ ഒരു സെറ്റ് റിലേഷനിലില്ല എന്നുണ്ടെങ്കിൽ 0യും റിലേഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ 1ഉം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 1 എന്ന് പറയുന്നത് 1 1 നമ്മളുടെ സെറ്റിലുണ്ടോ? ഇല്ല. സോ വി ഹാവ് ടു ഗിവ് 0 ഹിയർ. 1 2 ഇവിടെ ഇല്ല, 0 കൊടുക്കുക. 2 1 ഉണ്ടല്ലേ, നമ്മളുടെ റിലേഷനിലുണ്ട്, സോ ഗിവ് 1. 2 2 നമ്മളുടെ റിലേഷനിൽ ഇല്ല, ഗിവ് 0. 3 1 നമ്മളുടെ റിലേഷനിലുണ്ട്, ഗിവ് 1. 3 2ഉം ഉണ്ട്, ഗിവ് 1. സോ ദിസ് ഇസ് how you can represent a relation in matrix. It's very very simple. So നിങ്ങൾക്ക് ഇങ്ങനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Let's take the next question. Let A is equal to A1, A2, A3, B is equal to B1, B2, B3, B4, B5. Which ordered pairs are represented below? ഓക്കെ, ഇങ്ങനെ പറയുമ്പോഴേ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്തെഴുതുക. ഇവിടെ എ ആണല്ലേ, A1, A2, A3, B1, B2, B3, B4, B5. ചില സമയത്ത് വേറൊരു സംഭവം ഇവർ കാണിക്കും. ഇവിടെ 3 എലമെൻറ്റും ഇവിടെ 5 എലമെൻറ്റും കൊടുക്കും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ തെറ്റാന്ന് എഴുതി ഇട്ടിട്ട് വരരുത്. അവരിവിടെ ബിയുടെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ്, ഇവിടെ എയുടെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ആണ് ചെയ്തത്. അല്ലാതെ ഇതൊരു യൂണിവേഴ്സൽ റൂളൊന്നും അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷെ ഇതാണ് ഞാനിപ്പോൾ പറയുന്ന സംഭവമാണ് കുറച്ചുകൂടെ ആപ്റ്റ്. അപ്പം A1 എന്ന് പറയുന്നത് A1 B1 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ റിലേഷനിൽ A1 B1 വരത്തില്ല അല്ലേ. ഇനി A1 B2 1 ആണ്. അപ്പോൾ A1 B2 നമ്മളുടെ സെറ്റിലുണ്ട്, നമ്മുടെ റിലേഷനിലുണ്ട്. A1 B3 0 ആണ്, റിലേഷനിലില്ല. ഇവിടെ എല്ലാം 0 ആണ്, അപ്പോൾ റിലേഷനിലില്ല. A2 B1 1 ആണ് അല്ലേ, A2 B1 1 ആണ്, അപ്പോൾ അതുണ്ട്. A2 B2 ഇല്ല. A2, B3 വരും. A2, B4 വരും. ഇപ്പം A2, B5 ഇല്ല, എന്തുകൊണ്ടാണ് 0 ആണ് അവിടെ. A3, B1 വരും. A3, B3 വരും, എന്തുകൊണ്ടാണ് 1 ആണ് ഇവിടെ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് A3, B5 വരും. അങ്ങനെ നമുക്ക് ഈ ഒരു മെട്രിക്സിൽ നിന്നും നമുക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ഈ ഒരു റിലേഷനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മെട്രിക്സ് കാണുമ്പോഴത്തേനും നമുക്കൊരു റിലേഷൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇത് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് എല്ലാം 1 ആയിരിക്കും. ഡയഗണൽസ് എല്ലാം നമുക്ക് 1 ആയിരിക്കും കിട്ടുക. സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ AI AJ റിലേഷൻ ഉണ്ടെങ്കിൽ AJ AI റിലേഷനിലുണ്ടാവും അല്ലേ. അപ്പം അങ്ങനത്തെ കേസിൽ ഇതാണ് വരുന്നത്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0, വിച്ച് ഇസ് ബീൻ സെപ്പറേറ്റഡ് ബൈ ദി ഡയഗണൽ. പക്ഷേ ആൻറ്റി സിമെട്രിക് ആവുന്ന കേസിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെ 1, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0. ആൻറ്റി സിമെട്രിക് ആയിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു റിലേഷൻ എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ വി നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് എന്താണ് നമ്മൾ പറഞ്ഞത്, ഡയഗണൽ എലമെൻറ്റ്സ് ഷുഡ് ബി 1 അല്ലേ. 1 അല്ലേ, എന്തുകൊണ്ടാണ് 1? AI അത് 1 ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി റിലേഷൻ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിഫ്ലെക്സീവ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ്, ഇറ്റ് ഇസ് ഡൺ. സെക്കൻഡ് വൺ ഇസ് സിമെട്രിക്. സിമെട്രിക്ക് നമ്മളൊരു സംഭവം കണ്ടുപിടിച്ചത് സിമെട്രിക് ഓർ ആൻറ്റി സിമെട്രിക് ആണോ എന്നുള്ളതിന് നമ്മൾക്ക് ആ ഒരു ഡയഗ്രം നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഏതാ ഈ ഒരു ഡയഗ്രം. ഇപ്പം ഞാൻ തൽക്കാലത്തേന് ഇവിടെ ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്താണ് 1 1 0 0 അല്ലേ, അങ്ങനെയല്ലേ വന്നേക്കുന്നത്. ഈ ഒരു ഡയഗണൽ ചെയ്യുമ്പോഴത്തേനും 1 1 ആണ്, 0 0 ആണ്, 1 1 ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് മെട്രിക്സ് MR അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമെട്രിക്. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അത് മെട്രിക്സിൽ നിന്നും എങ്ങനെയാണ് നമ്മളുടെ റിലേഷൻ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി നമ്മൾ പഠിപ്പിച്ച റിലേഷൻ്റെ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മോഡ്യൂൾ.